സ്വന്തം അച്ഛനും അമ്മയ്ക്കും നേർക്ക് തുടരെ തുടരെ ആ രണ്ട് മക്കളും വെടിയുതിർക്കുന്നു. ഏറ്റവും ഒടുവിൽ ചോരയിൽ കുളിച്ച് ജീവന് വേണ്ടി അമ്മ നിലത്ത് കിടന്ന് പിടയുമ്പോൾ അമ്മയുടെ മുഖത്തിന് നേർക്ക് ചോക്ക് ചൂണ്ടി പിന്നെയും ആ മക്കൾ നിറയൊഴിക്കുന്നു. അച്ഛനും അമ്മയും മരണപ്പെട്ടു എന്ന് അവരിരുവരും ഉറപ്പുവരുത്തുന്നു. അമേരിക്കൻ കുറ്റചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ മെനൻഡസ് ബ്രദേഴ്സിൻ്റെ കേസിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലുഹിയർ. സ്വന്തം മാതാപിതാക്കളെ അതിക്രൂരമായ നിലയിൽ തന്നെ കൊല ചെയ്യുന്ന അവസരത്തിൽ ലെയിൽ മെനൻഡസിൻ്റെ പ്രായം 21, എറിക് മെനൻഡസിൻ്റെ പ്രായം വെറും 18 മാത്രമായിരുന്നു. എന്തിനാണ് പോറ്റി വളർത്തിയ തങ്ങളുടെ സ്വന്തം മാതാപിതാക്കളോട് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തത് എന്ന ചോദ്യത്തിന് വർഷങ്ങൾ നീണ്ട പകയുടെയും വെറുപ്പിൻ്റെയും ഒക്കെ വലിയൊരു കഥ തന്നെ അവർക്ക് ഇരുവർക്കും പറയാനുണ്ടായിരുന്നു. 1960കളിലാണ് മെനൻഡസ് ബ്രദേഴ്സിൻ്റെ പിതാവായിട്ടുള്ള ജോസ് അമേരിക്കയിലേക്ക് എത്തിച്ചേരുന്നത്. ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാടധികം പ്രശ്നങ്ങളിലൂടെയും ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയും ഒക്കെ തന്നെയാണ് ജോസ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. തൻ്റെ ഒരു കസിൻ്റെ വീടിൻ്റെ തട്ടിൻപുറത്ത് ആറ്റിക്കിലൊക്കെയാണ് ഈ ഒരു സമയങ്ങളിൽ അദ്ദേഹം കഴിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് സദേൺ ഇലിനോയ്സ് യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ നല്ല രീതിയിൽ തന്നെ പഠിച്ച് പുറത്തിറങ്ങുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ കിറ്റി എന്നെല്ലാവരും വിളിച്ചിരുന്ന ഒരു സ്ത്രീയുമായിട്ട് അടുപ്പത്തിലാകുന്നുണ്ട്. അത് ഏറെക്കുറെ ഒരു വിവാഹം വരെയൊക്കെ തന്നെയും എത്തിച്ചേരുന്നുണ്ട്. തൻ്റെ കുട്ടിക്കാലത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഒക്കെ തന്നെയും കടന്നു പോയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു കിറ്റി. അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെ അവരുടെ വീട്ടുകാർ ചിലിയിൽ നിന്ന് വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നതൊക്കെ കൊണ്ട് തന്നെ ജോസിന് വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ കിറ്റിയെ എതിർക്കുകയാണ്. കിറ്റിയുടെ വീട്ടുകാർക്ക് പൂർണ്ണമായിട്ടും ആ വിവാഹത്തോട് വിയോജിപ്പായിരുന്നു. എങ്കിൽ കൂടെയും വീട്ടുകാരുടെ എതിർപ്പിനെ വകവെക്കാതെ കിറ്റിയും അതുപോലെ തന്നെ ജോസും വിവാഹിതരാവുകയാണ്. അവരിരുവരും അവരുടെ ദാമ്പത്യ ജീവിതവുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ ഒരു അവസരങ്ങളിൽ പഠിച്ച് പുറത്തിറങ്ങിയതിനു ശേഷം ചെറിയ ചില ജോലികളിലേക്കൊക്കെ തന്നെയും ജോസ് എത്തിച്ചേരുന്നുണ്ട്. പതിയെ പതിയെ അയാളുടെ ഒരു ഗ്രോത്ത് അവിടെ നിന്ന് ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ 1968 ആകുമ്പോൾ അവർക്ക് ആദ്യത്തെ ഒരു പുത്രൻ ജനിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് ജോസഫ് ലെയിൽ മെനൻഡസ് എന്നൊരു പേര് അവർ നൽകുന്നുണ്ട്. 2 വർഷം പിന്നിടുമ്പോൾ 1970 എറിക് മെനൻഡസ് എന്ന് പേരിട്ട രണ്ടാമത്തെ കുട്ടി കൂടി ജനിക്കുന്നുണ്ട്. പതിയെ പതിയെ ഒരു കാലഘട്ടമൊക്കെ എത്തുമ്പോഴേക്ക് അവരുടെ സാമ്പത്തിക നിലയും മെച്ചപ്പെട്ടു വരാൻ ആരംഭിക്കുന്നുണ്ട്. മികച്ച രീതിയിലുള്ള പല ജോലികളിലേക്കും ജോസ് മെനൻഡസ് എത്തിച്ചേരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വലിയ വലിയ ആഡംബര വീടുകളിലേക്കും മറ്റുമൊക്കെ അവർ മാറി താമസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ബിവർലി ഹിൽസിലെ ആ വലിയ ബംഗ്ലാവിലേക്ക് അവർ എത്തിച്ചേരുന്നത്. മുമ്പ് അവിടെ താമസിച്ചിരുന്നത് മൈക്കൽ ജാക്സനെ പോലുള്ള ആളുകളായിരുന്നു. അപ്പം എത്രത്തോളം ഒരു സമ്പന്നതയിലേക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അല്ലെങ്കിൽ കഠിനാധ്വാനം കൊണ്ട് തന്നെ ജോസ് മെനൻഡസിന് എത്തിച്ചേരാൻ സാധിച്ചു എന്ന കാര്യത്തെക്കുറിച്ച് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ആകെ മൊത്തം സമ്പന്നരായിട്ടുള്ള ഒരു കുടുംബം എന്ന നിലയിൽ തന്നെയാണ് പിന്നീട് അങ്ങോട്ട് മെനൻഡസ് ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. മക്കൾ ഇരുവരും നല്ല രീതിയിൽ തന്നെ വളർന്നു വരാൻ ആരംഭിക്കുകയാണ്. എന്നാൽ പിന്നീട് അങ്ങോട്ട് അവരിൽ നിന്നും വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉടലെടുക്കാൻ ആരംഭിക്കുകയാണ്. മൂത്ത പുത്രനായിട്ടുള്ള ലെയിൽ മെനൻഡസിന്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അയാൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ തന്നെയും എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ അക്കാദമിക്സിലൊക്കെ അയാൾ വളരെ പുറകിലായിരുന്നു. അറ്റൻഡൻസ് ഒക്കെ തന്നെയും തീരെ കുറവായിരുന്നു എന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയും അവിടെ നിന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നും അയാളെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ മകൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ എറിക്കിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അയാളും അക്കാദമിക്കലി അത്ര മികച്ച രീതിയിലുള്ള പ്രകടനങ്ങളൊന്നും തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല അയാളുടെ ശ്രദ്ധ കൂടുതലും ടെന്നീസിലായിരുന്നു. ആ മേഖലയിൽ കൂടുതലായിട്ട് പല കാര്യങ്ങളും ചെയ്യുക എന്നതായിരുന്നു അയാളുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ചെറിയ പ്രായത്തിലൊക്കെ എറിക്കിൽ നിന്ന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ വളർന്നു വരുമ്പോൾ അയാൾ പല തെറ്റായ കൂട്ടുകെട്ടുകളിലേക്കും എത്തിച്ചേരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചില മോഷണങ്ങൾ പോലും അയാൾ നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പോലീസിൻ്റെ പിടിയിലുമാകുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ജോസ് മെനൻഡസ് തൻ്റെ പിടിപാട് ഉപയോഗിച്ചുകൊണ്ട് മകനെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നുണ്ട്. ജയിൽ ശിക്ഷയൊക്കെ ഒഴിവാക്കിയിട്ട് ചില തെറാപ്പി സെഷനുകൾ മാത്രമായിട്ട് അതിനെ അവസാനിപ്പിക്കാനൊക്കെ അയാൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പം ആകെ മൊത്തത്തിൽ പുറത്ത് നിന്ന് നോക്കുന്ന അവസരത്തിൽ വളരെ സമ്പന്നരായിട്ടുള്ള ഒരു കുടുംബം, ആ കുടുംബത്തിലുള്ള 2 തലതെറിച്ച മക്കൾ എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു ലെയിൽ മെനൻഡസിൻ്റെയും അതുപോലെ തന്നെ എറിക് മെനൻഡസിൻ്റെയും കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് 1989 ഓഗസ്റ്റ് മാസം 20-ാം തീയതി ഞായറാഴ്ച എത്തിച്ചേരുന്നത്. അന്നേ ദിവസം ഒരു വളരെ ശാന്തമായിട്ടുള്ള ഒരു ഞായറാഴ്ചയായിരുന്നു. വൈകിട്ട് ജോസ് മെനൻഡസും കിറ്റി മെനൻഡസും അവരുടെ വീട്ടിലുണ്ടായിരുന്നു. അവരുടെ വീട്ടിലെ ലിവിങ് റൂമിൽ ഇരുന്നു കൊണ്ട് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് മെനൻഡസ് ബ്രദേഴ്സ് ലൈലും അതേപോലെ തന്നെ എറിക്കും കയറി വരുന്നത്. അവരുടെ 2 പേരുടെയും കയ്യിൽ ഓരോ ഷോട്ട് ഗൺ ഉണ്ടായിരുന്നു. മറ്റൊന്നും ചിന്തിക്കാതെ അതിക്രൂരമായ നിലയിൽ സ്വന്തം മാതാപിതാക്കൾക്ക് നേർക്ക് അവരിരുവരും വെടിയുതിർക്കാൻ ആരംഭിക്കുകയാണ്.
ഏറെക്കുറെ 6ഓളം വെടിയുണ്ടകൾ ജോസിൻ്റെ ശരീരത്തിൽ തറഞ്ഞു കയറുന്നുണ്ട്. അതിൽ കഴുത്തിന് പുറകിലേറ്റ ഒരു വെടിയുണ്ടയുടെ ആഘാതത്തിൽ അയാൾ തൽക്ഷണം തന്നെ മരണപ്പെടുന്നുണ്ട്. എന്നാൽ ഇതേ ഒരു അവസരത്തിൽ ദേഹത്തെ ഏറെക്കുറെ 10ഓളം വെടിയുണ്ടകൾ ഏറ്റുകൊണ്ട് അവരുടെ മാതാവ് നിലത്ത് വീണ് ചോരയിൽ കുളിച്ച് അവർ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പിന്നെയും ആ സഹോദരങ്ങൾ അവരുടെ മാതാവിന് നേർക്ക്, അവരുടെ മുഖത്തിന് നേർക്ക് വെടിയുതിർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ തോക്കിലെ ബുള്ളറ്റുകൾ തീർന്നു എന്ന കാര്യം കൊണ്ട് വീടിന് പുറത്തിറങ്ങി കാറിൽ നിന്ന് ബുള്ളറ്റുകൾ എടുത്ത് തോക്ക് ലോഡ് ചെയ്ത് അകത്ത് വന്ന് മാതാവിൻ്റെ മുഖത്തിന് നേർക്ക് അവർ നിറയൊഴിക്കുന്നുണ്ട്. അതോടുകൂടെ അവരുടെ അച്ഛനും അമ്മയും ഈ ലോകത്ത് നിന്ന് വിട പറയുന്നുണ്ട്. ഈ ഒരു അതിക്രൂരമായ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞ് തങ്ങളെ പോറ്റി വളർത്തിയ മാതാപിതാക്കളെ ക്രൂരമായി കൊല ചെയ്തതിനു ശേഷം അവരിരുവരും വീട് വിട്ടിറങ്ങുകയാണ്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ വെടിയുണ്ടയുടെ ഒക്കെ തന്നെ ശബ്ദം കേട്ടത് കാരണം, ഫയറിംഗ് ശബ്ദം കേട്ടത് കാരണം എത്രയും പെട്ടെന്ന് തന്നെ പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തിച്ചേരും. അതിനു മുമ്പായിട്ട് ഈ കൊലപാതകം ചെയ്യാൻ ഉപയോഗിച്ച തോക്കുകളും അതേപോലെ തന്നെ തങ്ങളുടെ സ്വന്തം മാതാപിതാക്കളുടെ രക്തവും അവരുടെ തലയോട്ടി പിളർന്ന് അവരുടെ തലച്ചോറിൻ്റെ ഭാഗങ്ങൾ പോലും ശരീരത്തിലേക്ക് തെറിച്ച വസ്ത്രങ്ങളും ഉപേക്ഷിക്കുക എന്നൊരു കാര്യമായിരുന്നു ഇരുവരുടെയും, ഈ സഹോദരങ്ങൾ രണ്ടുപേരുടെയും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതിനടിസ്ഥാനത്തിൽ അവർ വീട് വിട്ട് ഇറങ്ങുന്നുണ്ട്. കൃത്യമായിട്ടുള്ളൊരു സ്ഥലത്ത് അവർ ഈ ഒരു 2 തോക്കുകളും ഉപേക്ഷിക്കുന്നുണ്ട്, വസ്ത്രങ്ങളൊക്കെ തന്നെയും മാറുന്നുണ്ട്. പിന്നീട് അവർ നേരെ പോയത് സിനിമാ തിയേറ്ററിലേക്കായിരുന്നു, സിനിമ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അതിന് പുറകിലുണ്ടായിരുന്ന മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു കുറ്റകൃത്യം നടക്കുന്ന അവസരത്തിൽ ഇവരിരുവരും വീട്ടിലുണ്ടായിരുന്നില്ല, അവർ തിയേറ്ററിലായിരുന്നു എന്ന കാര്യം തെളിയിക്കാം എന്നതായിരുന്നു. പക്ഷേ ഈ തിയേറ്ററിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കുന്ന അവസരത്തിൽ ടിക്കറ്റിൽ കറക്റ്റ് ടൈം ഉണ്ട് എന്നൊരു കാര്യം കൊണ്ട് തന്നെ അവരതിന് തയ്യാറാകാതെ ടിക്കറ്റ് എടുക്കാതെ നേരെ തിരിച്ചു പോവുകയാണ്. അതിനുശേഷം അവർ നേരെ പോയത് അവിടെ നടക്കുന്ന ഒരു ഫെസ്റ്റിവലിലേക്കാണ്. ടേസ്റ്റ് ഓഫ് LA എന്നൊക്കെ പറയുന്ന ഒരു ഫെസ്റ്റിവൽ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ഇരുവരും എത്തിച്ചേരുകയാണ്. സമയം ഏറെ വൈകി രാത്രിയാകുന്ന അവസരത്തിൽ അവരിരുവരും തങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അവർ വിചാരിച്ചത് ഈ ഒരു ഫയറിംഗ് സൗണ്ടൊക്കെ കേട്ടിട്ട് പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടാകും എന്നായിരുന്നു. പക്ഷേ പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനടിസ്ഥാനത്തിൽ പിന്നീട് അങ്ങോട്ട് അവരിരുവരും പോലീസിനെ വിളിക്കുകയാണ്. തങ്ങളുടെ വീട്ടിൽ അരുതാത്തതെന്തോ നടന്നിട്ടുണ്ട്, മാതാപിതാക്കൾ ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്, എത്രയും പെട്ടെന്ന് വരണമെന്നൊക്കെ കരഞ്ഞു പറഞ്ഞുകൊണ്ടാണ് അവരിരുവരും പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ പോലീസുകാർ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ബാക്കി പ്രൊസീജിയേഴ്സുകളിലേക്കൊക്കെ തന്നെയും അവർ കടക്കുന്നുണ്ട്. കേസിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണങ്ങളിലേക്കൊക്കെ തന്നെ അവർ നീങ്ങുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ആരും ഈ മെനൻഡസ് ബ്രദേഴ്സിനെ സംശയിച്ചിരുന്നില്ല. സ്വന്തം മാതാപിതാക്കളെ ഇവരെങ്ങനെ കൊല്ലൂ എന്ന നിലയിലുള്ള ചിന്തകൾ തന്നെയായിരുന്നു അവരിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഒരു സഹതാപത്തോടു കൂടെ തന്നെയായിരുന്നു ഈ 2 മക്കളും അനാഥരായില്ല എന്നൊരു സഹതാപ ബോധത്തോടു കൂടെ തന്നെയായിരുന്നു എല്ലാവരും ഒരുപോലെ തന്നെ ഈ 2 സഹോദരങ്ങളെയും നോക്കിക്കണ്ടിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയും ഇവരുടെ ശരീരത്തിലെ ഗൺ ഷോട്ട് റെസിഡ്യൂ ടെസ്റ്റോ പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ആരും നടത്തിയതുമില്ല. എങ്ങാനും ഇത്തരം ടെസ്റ്റുകൾ നടത്തുകയായിരുന്നുവെങ്കിൽ അവർ തോക്ക് ഉപയോഗിച്ചതിൻ്റെ അടയാളങ്ങൾ ഇവരുടെ ശരീരത്തിൽ നിന്ന് കൃത്യമായ നിലയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഇവരാണ് ഈ ഒരു കൊലപാതകം ചെയ്തെന്ന കാര്യത്തെക്കുറിച്ച് അപ്പോൾ തന്നെ പോലീസിന് മനസ്സിലാക്കാനും ഇവരെ പിടികൂടാനും ഒക്കെ സാധിക്കുമായിരുന്നു. പക്ഷേ ഒരാൾ പോലും ഇവരെ സംശയിച്ചതേയില്ല. നാളുകൾ പിന്നെയും കടന്നു പോവുകയാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ തന്നെ ഈ 2 സഹോദരങ്ങളും തങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. അതും അത്യാഡംബരമായ രീതിയിലാണ് പിന്നീട് അങ്ങോട്ട് ഇവർ പണം ചെലവഴിച്ചുകൊണ്ടേയിരുന്നത്. കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ലൈലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അയാൾ പുതിയൊരു റെസ്റ്റോറൻറ്റ് മേടിക്കുന്നുണ്ട്, അതുപോലെ പുതിയ പോർഷെ കരേറ കാർ മേടിക്കുന്നുണ്ട്, ഒരുപാട് ലക്ഷറി ഐറ്റംസ് ഒക്കെ തന്നെയും മേടിച്ചു കൂട്ടുന്നുണ്ട്, റോളക്സ് വാച്ചുകൾ മേടിക്കുന്നുണ്ട്. പണം പൂർണ്ണമായിട്ടും വലിച്ചു വാരിയെടുത്ത് ചിലവഴി രീതിയിൽ തന്നെയാണ് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത്. ഇനി അനിയൻ എറിക്കിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അയാൾ ഒരു ഫുൾ ടൈം ടെന്നീസ് കോച്ചിനൊക്കെ തന്നെയും നിയമിക്കുന്നുണ്ട്. അതും ഒരുപാടധികം പണം നൽകിയിട്ടാണ് അയാൾ ഇത്തരം ഒരു കാര്യം ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും വിദ്യാഭ്യാസത്തിൽ നിന്നൊക്കെ തന്നെയും മാറിയിട്ട് ഈ ഒരു മേഖലയിൽ തന്നെ അയാൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് വ്യത്യസ്ത ടൂർണമെൻറ്റുകളിലും ചാമ്പ്യൻഷിപ്പുകളിലും ഒക്കെ തന്നെയും ഇതിൻ്റെ ഭാഗമായിട്ട് അയാൾ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ നിലവിലുണ്ടായിരുന്ന ആ വലിയ വീട് ഒഴിഞ്ഞിട്ട് കാലിഫോർണിയയിലേക്ക് അവർ താമസം മാറുന്നുണ്ട്. വ്യത്യസ്ത ദിവസങ്ങളിലൊക്കെ തന്നെയും തങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം വിളിച്ചു വരുത്തി വലിയ രീതിയിലുള്ള ലക്ഷൂറിയസ് പാർട്ടികളൊക്കെ തന്നെയും അവരവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം പരിശോധിക്കുന്ന അവസരത്തിൽ മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം ഹൈലി ലക്ഷൂറിയസ് ആയിട്ടുള്ള നിലയിൽ തന്നെയായിരുന്നു ആ 2 മക്കളുടെയും ജീവിതം മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും പുറത്ത് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്ന ആളുകൾക്ക്, അതായത് പോലീസിനാണെങ്കിലും ഇവരുടെ സുഹൃത്തുക്കൾക്കാണെങ്കിലും ഫാമിലി മെമ്പേഴ്സിനാണെങ്കിലും ഒക്കെ തന്നെ ചെറിയ രീതിയിലുള്ള ചില സംശയങ്ങൾ
സംശയങ്ങളൊക്കെ തന്നെയും ഉടലെടുക്കാൻ ആരംഭിക്കുകയാണ്. മാത്രമല്ല ഇവരുടെ പിതാവിന് വലിയൊരു ഇൻഷുറൻസ് കൂടെ ഉണ്ടായിരുന്നു. അയാൾ മരണപ്പെട്ടതോടു കൂടിയിട്ട്, കൊല ചെയ്യപ്പെട്ടതോടു കൂടിയിട്ട് ആ ഒരു വലിയ ഭീമമായിട്ടുള്ള ഇൻഷുറൻസ് തുക കൂടെ ഈ രണ്ട് സഹോദരങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. എങ്കിലും ഈ മാതാപിതാക്കളുടെ മരണത്തിന് പുറകിൽ പ്രവർത്തിച്ചത് ഇവർ രണ്ടുപേരുമാണ് എന്ന കാര്യം തെളിയിക്കുന്ന രീതിയിലുള്ള ഒരൊറ്റ കാര്യം പോലും കണ്ടെത്താൻ പോലീസുകാർക്കോ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനോ ഒന്നും തന്നെ സാധിച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഈ സഹോദരങ്ങളിൽ ഒരാൾ പറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെയാണ് ഇവരിരുവരും പിടിക്കപ്പെടുന്നത്. ഈ മാതാപിതാക്കളുടെ ഒക്കെ മരണത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് കുറച്ച് നാളുകൾക്കിപ്പുറം ചില തെറാപ്പി സെഷനുകളൊക്കെ തന്നെയും മെനൻഡസ് ബ്രദേഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒസിയൽ എന്ന് പറയുന്ന സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു അവസരത്തിൽ പല കാര്യങ്ങളും മനസ്സ് തുറന്നുകൊണ്ട് ആ സൈക്കാട്രിസ്റ്റിനോട് ഇരുവരും ഷെയർ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ എറിക്ക് തൻ്റെ മനസ്സിൽ കുറച്ച് നാളായിട്ട് കൊണ്ടു നടന്നിരുന്ന ആ വലിയ ഭാരത്തിൻ്റെ കെട്ട് അവിടെ ഇറക്കി വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് ആ സൈക്കാട്രിസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അയാൾ തൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരിരുവരുടെയും കൃത്യമായിട്ടുള്ള ആ ഒരു സെഷനുകളുമായി ബന്ധപ്പെട്ട വോയിസുകളൊക്കെ തന്നെയും റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. എറിക്ക് തൻ്റെ മനസ്സ് തുറക്കുകയാണ്. തൻ്റെ മാതാപിതാക്കളെ കൊല ചെയ്തിട്ടുള്ളത് ഞങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് അവർ സമ്മതിക്കുകയാണ്. എറിക് തുറന്ന് പറയുകയാണ്. ഇതൊക്കെ തന്നെയും ആ ഒരു സൈക്കാട്രിസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരറിയാതെയാണ് ഈ ഒരു പ്രവൃത്തി അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സൈക്കാട്രിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എത്തിക്കലി വളരെയധികം മോശമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അയാൾ അത് കൃത്യമായിട്ട് തന്നെ ഏതായാലും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പിന്നീടാണ് എറിക് ഇത്തരത്തിൽ സൈക്കാട്രിസ്റ്റിനോട് തനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, താൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ലെയിൽ മെനൻഡസ് അഥവാ മൂത്ത സഹോദരൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു അവസരത്തിൽ അയാൾ എറിക്കിനെ ഒരുപാടധികം ശകാരിക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്. തങ്ങൾക്ക് രണ്ടു പേർക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യം ഇപ്പോൾ മൂന്നാമതൊരാൾ കൂടെ അറിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം ആ സൈക്കാട്രിസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അയാൾ എറിക്കിൽ നിന്നും കേട്ടിട്ടുള്ളത്. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് അയാൾക്ക് ധാരണയില്ലായിരുന്നു. എന്നതിനും അപ്പുറത്തേക്ക് മൂന്നാമതൊരാൾ ഈ ഒരു രഹസ്യം അറിഞ്ഞിരിക്കുകയാണ്. അതിനാലൊക്കെ തന്നെയും ഒരു പക്ഷേ മെനൻഡസ് ബ്രദേഴ്സ് തന്നെയും വകവരുത്തുമോ കൊലപ്പെടുത്തുമോ എന്നൊരു ഭയം ആ സൈക്കാട്രിസ്റ്റിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതോടുകൂടെ അയാൾ ആ റെക്കോർഡ് ചെയ്ത് വെച്ച വോയിസുകളൊക്കെ തന്നെയും തൻ്റെ ഗേൾ ഫ്രണ്ടിന് കൂടെ കേൾപ്പിച്ച് നൽകുകയാണ്. അവരാകട്ടെ കൃത്യമായിട്ട് ആ വോയിസ് റെക്കോർഡുകളെല്ലാം തന്നെ കളക്ട് ചെയ്തിട്ട് നേരെ പോലീസിൽ വിവരം അറിയിക്കുകയാണ്. ഈ ഒരു വോയിസ് റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ അതിക്രൂരമായ നിലയിൽ കൊല ചെയ്തത് മെനൻഡസ് ബ്രദേഴ്സ് ആണ് എന്ന കാര്യം പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ഇരുവരെയും എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ അവിടെയും ഉയർന്നു വന്നിരുന്ന വലിയൊരു ചോദ്യമുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു വളർത്തി വലുതാക്കിയ എല്ലാം നൽകിയ സ്വന്തം മാതാപിതാക്കളെ ആ മക്കൾ രണ്ടുപേരും ക്രൂരമായ നിലയിൽ തന്നെ കൊല ചെയ്തത്? വർഷങ്ങളായി തങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ദേഷ്യവും ഭയവും നിസ്സഹായതയും ഒക്കെ തന്നെയായിരുന്നു ആ സഹോദരങ്ങളെ കൊണ്ട് ഇത്തരം ഒരു ക്രൂരകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചിരുന്നത്. ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള കാരണം പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ പ്രായം മുതൽക്കേ തന്നെ അതിക്രൂരമായ നിലയിൽ ഇവരുടെ പിതാവായിട്ടുള്ള ജോസ് മെനൻഡസ് ഇരുവരെയും ഉപദ്രവിക്കുമായിരുന്നു, വളരെ മോശമായ നിലയിൽ പെരുമാറുമായിരുന്നു. ഇതിനും അപ്പുറത്തേക്ക് ലെയിൽ മെനൻഡസിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അയാളുടെ 6ാമത്തെ വയസ്സ് മുതൽ ഏറെക്കുറെ 8ാമത്തെ വയസ്സ് വരെ ക്രൂരമായ നിലയിൽ തന്നെ പിതാവ് സെക്ഷുവലി അയാൾ അബ്യൂസ് ചെയ്യുമായിരുന്നു. എന്നാൽ എറിക് മെനൻഡസിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ചെറിയ പ്രായം മുതൽക്കേ തന്നെ അയാളെയും അച്ഛൻ സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും നിന്നിരുന്നില്ല. വർഷങ്ങളായിട്ട് അയാൾ അതേ പ്രവൃത്തി തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ ഒരു കാര്യത്തെക്കുറിച്ച് മൂത്ത സഹോദരനായിട്ടുള്ള ലെയിൽ മെനൻഡസ് ഈ ഒരു കൊലപാതകമൊക്കെ നടത്തുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പെയാണ് തിരിച്ചറിയുന്നത്. അദ്ദേഹം ഈ ഒരു കാര്യം നേരെ പോയിട്ട് മാതാവിനോട് സംസാരിക്കുന്നുണ്ട്. അവരുടെ കാര്യം പരിശോധിച്ച് നോക്കുമ്പോൾ അവർ പൂർണ്ണമായിട്ടും ആൽക്കഹോളിക്കായിട്ട് ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള നിലയിലായിരുന്നു. ഈ കുടുംബത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ്, അച്ഛനിൽ നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് അയാൾക്ക് മറ്റു പല സ്ത്രീകളുമായിട്ടൊക്കെയും ബന്ധമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് അവർ ഇത്തരത്തിൽ ആൽക്കഹോളിക് ആയിട്ടുള്ളതെന്നൊരു കാര്യത്തെക്കുറിച്ച് ഏതായാലും പരാമർശിക്കപ്പെടുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ലെയിൽ മെനൻഡസും അതുപോലെ തന്നെ എറിക് മെനൻഡസും ഈ ഒരു കാര്യം അമ്മയോട് സംസാരിക്കുന്ന അവസരത്തിൽ ഇതൊക്കെ തന്നെയും തനിക്ക് അറിയാമായിരുന്നു എന്നുള്ള നിലയിലുള്ളൊരു മറുപടിയൊക്കെയാണ് അവർക്ക് അമ്മയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യം കൂടെ കേട്ടതോട് കൂടിയിട്ട് അമ്മയോടുകൂടെ തീരാത്ത പകയിലേക്ക് അവർ ഇരുവരും എത്തിച്ചേരുകയാണ്. ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും പുറത്ത് പറയുകയാണെങ്കിൽ അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക്, അച്ഛന് വലിയ കേടുപാടുകൾ സൃഷ്ടിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. കാരണം ഈ ഒരു സമയത്തൊക്കെ തന്നെയും അയാൾ പ്രവർത്തിച്ചിരുന്നത് ഹോളിവുഡിലെ സക്സസ്ഫുൾ എൻ്റർടൈൻമെൻറ്റ് കമ്പനികളിലൊന്നായിട്ടുള്ള ലൈവ് എൻ്റർടൈൻമെൻറ്റിൻ്റെ CEO ആയിട്ടായിരുന്നു.
തന്നെയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയും ഈ ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങാനും പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നീട് ജോസ് മെനൻഡസ് എന്ന മെനൻഡസ് സഹോദരങ്ങളുടെ പിതാവിന് പിന്നീട് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ എത്തിച്ചേരുന്നതായിരിക്കും. മാത്രമല്ല അതിക്രൂരനായിട്ടുള്ള എന്തും ചെയ്യാൻ മടിക്കാത്ത ജോസ് ഒരു പക്ഷേ ഈ കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കുന്നതിന് വേണ്ടി തങ്ങളെ രണ്ടുപേരെയും കൊന്നുകളയുമോ എന്നൊരു ചിന്തയിലേക്ക് കൂടെ മെനൻഡസ് ബ്രദേഴ്സ് എത്തിച്ചേരുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് അവരിരുവരും 2 ഷോട്ട് ഗണ്ണുകളും മേടിക്കുന്നതും ഏറ്റവും ഒടുവിൽ ഓഗസ്റ്റ് 20 വൈകുന്നേരം തങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ അതിക്രൂരമായ നിലയിൽ തന്നെ വെടിവെച്ചുകൊണ്ട് അവരിരുവരും കൊലപ്പെടുത്തുന്നത്. ആദ്യഘട്ടങ്ങളിൽ തങ്ങളുടെ മാതാപിതാക്കളുടെ പണത്തിന് വേണ്ടി ഇൻഷുറൻസ് തുകക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവരിരുവരും ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തതെന്ന നിലയിലൊക്കെ തന്നെയാണ് കണക്കാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീടാണ് ഇവരിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വലിയ ക്രൂരതയുടെ കഥ പുറത്തു വരുന്നത്. മാത്രമല്ല ഈ ക്രൂരകൃത്യമൊക്കെ നടക്കുന്നതിൻ്റെ ഏറെക്കുറെ ചില മാസങ്ങൾക്ക് മുമ്പ് എറിക് മെനൻഡസ് താൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരതയെക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ട് അവരുടെ കസിന് ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കത്ത് പുറത്തു വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ കുടുംബത്തിൽപ്പെട്ട മറ്റൊരാൾ എറിക്കിനെ ജോസ് ക്രൂരമായിട്ട് സെക്ഷുവലൊക്കെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ജോസ് തന്നെയും സെക്ഷുവലി അബ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വ്യക്തി രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും സംഭവിച്ചുവെങ്കിൽ കൂടെയും തങ്ങൾക്ക് അതിക്രൂരമായിട്ടുള്ള പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് എന്നൊരു കാര്യം കൊണ്ട് സ്വന്തം മാതാപിതാക്കളെ കൊന്നു എന്ന കാര്യത്തെക്കുറിച്ച് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യത്തെക്കുറിച്ച് നോക്കിക്കണ്ട കോടതി ഇരുവർക്കും പരോള് പോലും ഇല്ലാത്ത ജീവപര്യന്തം ശിക്ഷ നൽകാൻ തീർപ്പാക്കുകയാണ്. അപ്പം എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെയധികം വെൽത്തി ആയിട്ടുള്ള ഒരു കുടുംബം, എന്തുകൊണ്ടും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമ്പന്നരായിട്ടുള്ള ഒരു കുടുംബം എന്നുള്ള നിലയിൽ തന്നെയാണ് എല്ലാവരും ഒരുപോലെ തന്നെ മെനൻഡസ് ഫാമിലിയെ നോക്കിക്കണ്ടിരുന്നത്. എന്നാൽ അതിനകത്ത് ഇത്തരത്തിൽ വളരെ മോശപ്പെട്ട അതിക്രൂരമായ നിലയിലുള്ള പല കാര്യങ്ങളും നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും മെനൻഡസ് ബ്രദേഴ്സിൻ്റെ ഈ കഥ, അവർക്ക് നേരിടേണ്ടി വന്ന ക്രൂരതയുടെ കഥ കേട്ടതോടുകൂടിയിട്ട് പിന്നീട് ഒരുപാടധികം ആളുകൾ രംഗത്തേക്ക് വരികയും അവർക്ക് സപ്പോർട്ടായിട്ട് അവരെ പുറത്തു വിടണമെന്ന നിലയിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരാൻ ആരംഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഫ്രീ മെനൻഡസ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹാഷ്ടാഗുകൾ പോലും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ തന്നെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ റീസെൻ്റ്ലി നെറ്റ്ഫ്ലിക്സ് പോലും ഇവരുടെ ഈ ഒരു സ്റ്റോറിയൊക്കെ എടുത്തിട്ടൊരു മൂവി തന്നെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇറങ്ങുന്ന അവസരത്തിൽ ഈ മെനൻഡസ് ബ്രദേഴ്സ് പ്രതീക്ഷിക്കുന്നത് തങ്ങൾ കടന്നുപോയ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച്, തങ്ങളുടെ ഭാഗത്തെക്കുറിച്ച് കൂടുതൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തങ്ങളുടെ നിരപരാധിത്വം അല്ലെങ്കിൽ തങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഇനി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു മൊത്തം കാര്യത്തെക്കുറിച്ച്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.